ഹായ്, നമസ്കാരം. ഞാൻ ജെയ്സ് ജോസ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാനിരിക്കുന്നത്. കാരണം ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. ഏകദേശം ഒരു 10-35 മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിൽ അഭിനയിക്കുന്നത്. പക്ഷേ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി, ഞാനും ഷാജോണും ലാലേട്ടൻ റൈറ്റും ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അന്ന് അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ്. അന്നോട്ട് ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എമ്പുരാനിലുണ്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യം അത് എൻ്റെ മനസ്സിലും അത് ദൈവമേ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മുരളി ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും ആളുടെ ഉള്ളിൽ ആ സിനിമയുണ്ടെന്ന് നമുക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വളരെ കുറച്ച് സീനുകളിൽ എനിക്ക് അത് പടത്തിലെത്താൻ പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഞാനിങ്ങനെ നോക്കി മാറിയിരുന്ന്, അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സീക്വൻസ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ലാലേട്ടൻ്റെ ആ കാറ്, ലാലേട്ടൻ ലൂസിഫറിൽ ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ആ ഫീല് നമുക്ക് കിട്ടും. ലാലേട്ടൻ മുഖം കാണുന്ന പോലെ, ലാലേട്ടൻ വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സിനിമയുണ്ട്. എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും നല്ല അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക.